ഹലോ എവരിബോഡി, നിങ്ങളുടെ ചാനലായ സെന്റ് ജോസ് ഷാലോബൈ സിൻറ്റിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ എന്നതിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ കാണുന്നത് NSMC's 21 എ പാസ് ഫോർ ഷ്യൂർ വീഡിയോകളാണ്. MSMയുടെ PMS ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയ്ക്കാണ് ഞങ്ങൾ ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത്. ഇതുവരെ NSM സീരീസ് 21 10 അധ്യായങ്ങൾ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അധ്യായം നമ്പർ 11 ടാക്സേഷൻ ആണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിൽ ടാക്സേഷൻ എങ്ങനെ നടക്കുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. NSM സീരീസ് 21 APMS ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അധ്യായം നമ്പർ 11 ടാക്സേഷൻ. അധ്യായം നമ്പർ 11 ടാക്സേഷനിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻവെസ്റ്റർമാരുടെ ടാക്സേഷൻ ആണ്. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിൽ ഇൻവെസ്റ്റർമാരുടെ ടാക്സേഷൻ എങ്ങനെ നടക്കുന്നു എന്നതാണ്. വിവിധ വരുമാന സ്രോതസ്സുകളുടെ ടാക്സേഷൻ, അതായത് വിവിധ വരുമാന സ്രോതസ്സുകളുടെ ടാക്സേഷൻ എങ്ങനെ നടക്കുന്നു എന്നതും ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 9A ഇന്ന് നമ്മൾ പഠിക്കും. അതിനാൽ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു അധ്യായമാണ്. വളരെ ചുരുങ്ങിയ ഒരു അധ്യായമാണ് ഇത്. ഇതിൽ നിന്ന് ഏകദേശം 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അതിനാൽ വളരെ നേരിയതും നേരിട്ടുള്ളതുമായ ചോദ്യങ്ങൾ ചോദിക്കപ്പെടും. നിങ്ങൾക്ക് ഈ അധ്യായം ഒരിക്കൽ വായിച്ചാൽ മതി, കാരണം ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട അധ്യായങ്ങൾ കൂടിയുണ്ട്. എന്നാൽ ഈ അധ്യായം നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം വായിച്ചാൽ മതി. അതിനാൽ വായിച്ച് മുന്നോട്ട് പോവുക. ഏകദേശം 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ ഈ അധ്യായത്തിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. NSM സീരീസ് 21 എഥംസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പരീക്ഷയുടെ 11ാം അധ്യായമായ ടാക്സേഷൻ. ഇതിൽ ഏറ്റവും ആദ്യത്തെ വിഷയം ടാക്സേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. നോക്കൂ, ഇൻകം ടാക്സിന്റെ വ്യവസ്ഥകൾ ഇൻകം ടാക്സ് ആക്ട് 1961 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ എല്ലാ ഇൻകം ടാക്സ് വ്യവസ്ഥകളും ഇൻകം ടാക്സ് ആക്ട് 1961 ഭാഗമാണ്. കൂടാതെ ഇത് മുഴുവൻ ഇന്ത്യയിലുമാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിനാൽ ഒരു രീതിയിൽ ഇൻകം ടാക്സ് കംപ്ലയിൻസുകൾ ചാപ്റ്റർ 1 മുതൽ 23 വരെ ഉൾപ്പെടുന്നു. അതിൽ എല്ലാ വ്യവസ്ഥകളും ഉൾപ്പെടുന്നു. അതായത് ഇന്ത്യയിലെ വ്യക്തികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കൽ, എക്സെംപ്ഷനുകൾ, മൊത്തം വരുമാനത്തിന്റെ കണക്കുകൂട്ടൽ, ഡിഡക്ഷനുകൾ, ടാക്സ് ബാധ്യത നിർണ്ണയിക്കൽ എങ്ങനെ ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യണം, അസസ്മെന്റ് പ്രൊസീജിയർ എന്നിവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിനാൽ ഇതിലെ എല്ലാ ഭാഗങ്ങളും ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗങ്ങളാണ്. ഈ ചാപ്റ്ററിൽ നാം കൂടുതലും കാണാൻ പോകുന്നത് ഇൻകം ടാക്സേഷൻ എന്നത് എന്താണ്, ഇൻവെസ്റ്റർമാരുടെ ടാക്സേഷൻ എങ്ങനെയാണ്, എക്സെംപ്ഷനുകൾ, വരുമാനത്തിന്റെ കണക്കുകൂട്ടൽ, ഡിഡക്ഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. ഈ എല്ലാ കാര്യങ്ങളും നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നു. എന്നാൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇൻകം ടാക്സ് ആക്ട് ഒരു വ്യക്തി എന്നതിന് നൽകിയ നിർവചനം എന്താണെന്നതാണ്. നമുക്ക് മനസ്സിലാക്കാം. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2(31) വ്യക്തിയുടെ നിർവചനം നൽകുന്നത് എന്തൊക്കെയാണെന്ന്. ഒരു വ്യക്തി ഉൾപ്പെടുത്തുന്നത് താഴെ പറയുന്നവയാണെങ്കിൽ അവ എന്തൊക്കെയാണ്? ഒരു വ്യക്തി, ഹിന്ദു അവിഭാജിത കുടുംബം, HUF, കമ്പനി, ഫർമ് എന്നിവയും ഉൾപ്പെടും. അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, അത് ഇൻകോർപ്പറേറ്റഡ് ആണോ അല്ലയോ എന്നത് സംബന്ധമില്ലാതെ ലോക്കൽ അതോറിറ്റി, കൂടാതെ മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെടാത്ത എല്ലാ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ വ്യക്തികളും. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 2(31) പ്രകാരം പേഴ്സൺ എന്ന നിലയിൽ പരിഗണിക്കപ്പെടും. ഇപ്പോൾ നാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ ഒരു അസ്സിയുടെ ഇൻകം ടാക്സ് ബാധ്യത കണക്കാക്കുന്നത് ആളുടെ മൊത്തം വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു നിർദ്ദിഷ്ട സാമ്പത്തിക വർഷത്തിൽ ആൾ എത്ര വരുമാനം സമ്പാദിച്ചുവോ ആ മൊത്തം വരുമാനത്തെയാണ് ഇൻകം ടാക്സ് ബാധ്യത കണക്കാക്കുന്നത്. എന്തൊക്കെ ഉൾപ്പെടണം ഒരു അസ്സിയുടെ മൊത്തം വരുമാനത്തിൽ? അത് സാധാരണയായി ഇന്ത്യയിലെ അവന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ എത്ര വരുമാനം ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നതെല്ലാം അവന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇന്ത്യയിൽ റെസിഡന്റ് ആയ ഒരാൾക്ക് ഇന്ത്യയിൽ തന്റെ മൊത്തം ലോകവരുമാനത്തിനും ടാക്സ് അടയ്ക്കേണ്ട ബാധ്യതയുണ്ട്. അതിനാൽ ഇന്ത്യയിൽ റെസിഡന്റ് ആയ ഒരാൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും വരുമാനം സമ്പാദിച്ചാലും ആ മുഴുവൻ ലോകവരുമാനത്തിനും ടാക്സ് അടയ്ക്കേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയിൽ റെസിഡന്റ് ആണെങ്കിൽ അവൻ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ബാധ്യതയുള്ളവനാകും. മറ്റൊരു വശത്ത് ഒരു വ്യക്തി ആ വർഷം ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിരുന്നെങ്കിൽ, അതായത് ആ വർഷം ഇന്ത്യയുടെ നോൺ റെസിഡന്റ് ആയിരുന്നെങ്കിൽ അവന്റെ ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിനാണ് മാത്രം. അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് അവൻ ടാക്സ് അടയ്ക്കേണ്ടത്. അതിനാൽ ഒരു അസ്സിയുടെ മൊത്തം വരുമാനം കണക്കാക്കാൻ കഴിയില്ല അവന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിച്ചില്ലെങ്കിൽ. അതിനാൽ മൊത്തം വരുമാനവും ടാക്സ് ബാധ്യതയും കണക്കാക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അവന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയേണ്ടതുണ്ട്. അതായത് ആ വ്യക്തി ആ സാമ്പത്തിക വർഷത്തിൽ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണോ എന്നത് നിർണ്ണയിക്കണം. കാരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം വരുമാനവും ടാക്സ് ബാധ്യതയും കണക്കാക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ SSCയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 2 രീതിയിൽ നിർവചിച്ചിരിക്കുന്നു.
അതായത് മുൻ വർഷത്തിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആണോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ നാം ഒരു വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കാം. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് എങ്ങനെയുള്ള സ്റ്റാറ്റസുകളാണ് ഉള്ളത്, അതിൻ്റെ പ്രൊവിഷനുകൾ എന്തൊക്കെയാണ്, അവയെ എങ്ങനെയുള്ള വിഭാഗങ്ങളിലായി വേർതിരിക്കാം. ഒന്നാമത് ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ്, രണ്ടാമത് റെസിഡന്റ് എന്നാൽ ഓർഡിനറി റെസിഡന്റ് അല്ലാത്തവർ, ഡീംഡ് റെസിഡന്റ്, പിന്നെ നോൺ റെസിഡന്റ്. ഒരു വ്യക്തിയെ ഇന്ത്യയിലെ റെസിഡന്റായി പരിഗണിക്കും അവൻ ഇന്ത്യയിൽ താഴെ പറയുന്ന നിബന്ധനകൾ പാലിച്ചാൽ. ആദ്യ നിബന്ധന, ബന്ധപ്പെട്ട മുൻ വർഷത്തിൽ 182 ദിവസം അല്ലെങ്കിൽ അതിലധികം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയെ ഇന്ത്യയിലെ റെസിഡന്റായി പരിഗണിക്കും. അടുത്തത് രണ്ടാം നിബന്ധന, ബന്ധപ്പെട്ട മുൻ വർഷത്തിൽ 60 ദിവസം അല്ലെങ്കിൽ അതിലധികം പക്ഷേ 182 ദിവസത്തിൽ കുറവ് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ കൂടാതെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ മൊത്തം 365 ദിവസം അല്ലെങ്കിൽ അതിലധികം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ. ഇതാണ് രണ്ടാം നിബന്ധന. ഈ രണ്ട് നിബന്ധനകളും നിങ്ങൾക്ക് പൂർണ്ണമായി പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയി പരിഗണിക്കപ്പെടും. ഇപ്പോൾ നാം നോൺ ഓർഡിനറി റെസിഡന്റിനെ കുറിച്ച് സംസാരിക്കാം. നോക്കൂ, ഒരു വ്യക്തി ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കുമ്പോൾ താഴെ പറയുന്ന ഒരു നിബന്ധന പൂർണ്ണമായി പാലിച്ചാൽ മാത്രമേ അവനെ നോൺ ഓർഡിനറി റെസിഡന്റായി ഇന്ത്യയിൽ പരിഗണിക്കൂ. ആ നിബന്ധന എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അയാൾ പ്രസക്തമായ മുൻ വർഷത്തിന് തൊട്ടുമുമ്പുള്ള 10 വർഷത്തിൽ 9 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത ആളായിരിക്കണം. അതിനാൽ ബന്ധപ്പെട്ട മുൻ വർഷത്തിന് മുമ്പുള്ള 10 വർഷങ്ങളിൽ ആ വ്യക്തി 9 വർഷം നോൺ റെസിഡന്റ് ആയിരുന്നെങ്കിൽ, നോൺ റെസിഡന്റ് ആയിരുന്നാൽ പോലും അവനെ നോൺ ഓർഡിനറി റെസിഡന്റായി പരിഗണിക്കും. അവൻ മുൻ വർഷത്തിന് മുമ്പുള്ള 7 വർഷത്തിനുള്ളിൽ 729 ദിവസം അല്ലെങ്കിൽ അതിൽ കുറവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നാൽ. മൂന്നാമതായി, അവൻ ഒരു ഇന്ത്യൻ പൗരനോ ഇന്ത്യൻ വംശജനോ ആണെങ്കിൽ മുൻ വർഷത്തിൽ അവൻ്റെ ആകെ ഇന്ത്യൻ വരുമാനം 15 ലക്ഷം രൂപയെ മികവുകയും ആ വർഷത്തിൽ ഇന്ത്യയിൽ 120 ദിവസം അല്ലെങ്കിൽ അതിലധികം പക്ഷേ 182 ദിവസത്തിൽ കുറവ് ഉണ്ടായിരുന്നാൽ. മറ്റൊന്ന്, അവൻ ഇന്ത്യയുടെ പൗരനാണ്, കൂടാതെ വരുമാന നികുതി നിയമത്തിലെ സെക്ഷൻ 1A പ്രകാരം ഇന്ത്യയിൽ റെസിഡന്റായി കണക്കാക്കപ്പെടുന്നവനാണ്. അതിനാൽ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വ്യവസ്ഥകൾ അവൻ പാലിക്കാത്ത പക്ഷം അവനെ ഇന്ത്യയിലെ സാധാരണ റെസിഡന്റായി കണക്കാക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും നമുക്ക് പരീക്ഷയിൽ ചോദിക്കാവുന്നവയാണ്. അതിനാൽ നാം ഇത് 2 തവണ 3 തവണ വായിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. പക്ഷേ പ്രധാനമായത് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ 4 കാര്യങ്ങളാണ് നിഴ ആകാനുള്ള വ്യവസ്ഥകൾ. നിങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ നിഴ ആയി കണക്കാക്കും. ഈ 4ലും നിങ്ങൾ ഉൾപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ ഇന്ത്യയിലെ സാധാരണ റെസിഡന്റായി കണക്കാക്കും. ഇനി നാം ഹഫിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയിലെ റെസിഡന്റ് എന്ന നിലയിൽ ഒരു ഹഫിനെ ഇന്ത്യയിലെ റെസിഡന്റായി കണക്കാക്കും ഏതെങ്കിലും മുൻ വർഷത്തിൽ എല്ലാ കേസുകളിലും, എന്നാൽ ആ വർഷം അതിൻ്റെ കാര്യങ്ങളുടെ നിയന്ത്രണവും മാനേജ്മെന്റും പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്താണ് ഉണ്ടായിരുന്നത് എന്നത് ഒഴികെ. ഒരു ഹഫിനെ ഇന്ത്യയിലെ റെസിഡന്റായി കണക്കാക്കും എന്നാൽ ആ വർഷം അതിൻ്റെ കാര്യങ്ങളുടെ നിയന്ത്രണവും മാനേജ്മെന്റും, അതായത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്താണ് നടന്നത് എങ്കിൽ മാത്രമേ അതിന് വ്യത്യാസം ഉണ്ടാകൂ. അങ്ങനെയില്ലെങ്കിൽ, അതായത് അതിൻ്റെ കാര്യങ്ങൾ ഇന്ത്യക്കകത്താണ് നടന്നത് എങ്കിൽ ആ ഹഫിനെ ഇന്ത്യയിലെ റെസിഡന്റായി തന്നെ കണക്കാക്കും. ഇന്ത്യക്ക് പുറത്താണ് കാര്യങ്ങൾ നടന്നത് എങ്കിൽ ആ ഹഫിനെ നോൺ റെസിഡന്റായി കണക്കാക്കും. ചെറിയ വിശദീകരണം നോക്കാം. മുൻവർഷത്തിൽ, അതായത് പ്രീവിയസ് ഇയറിൽ ഒരു ഫിയുടെ നിയന്ത്രണവും മാനേജ്മെന്റും മുഴുവൻ ഇന്ത്യക്ക് പുറത്തുനിന്നാണ് നടന്നത് എങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പറേഷനുകളും ഇന്ത്യക്ക് പുറത്താണ് നടന്നത് എങ്കിൽ ആ സാമ്പത്തിക വർഷത്തിനായി ആ ഹഫിനെ ഇന്ത്യയിലെ നോൺ റെസിഡന്റായി കണക്കാക്കും. ഇപ്പോൾ നാം ഒരു കമ്പനിയുടെയും പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യൻ കമ്പനി എന്നാൽ കമ്പനി ആക്ട് പ്രകാരം രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനിയെ ഇന്ത്യൻ കമ്പനിയായി പരിഗണിക്കും. കമ്പനി ആക്ട് പ്രകാരം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത കമ്പനിയാണ്. അവരെ ആദ്യം ഇന്ത്യൻ കമ്പനിയായി കണക്കാക്കും. ഇപ്പോൾ ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇന്ത്യൻ കമ്പനികളെ എപ്പോഴും ഇന്ത്യയിലെ റെസിഡന്റുകളായി കണക്കാക്കുന്നു. ഒരു കമ്പനി വിദേശ കമ്പനിയുടെ സബ്സിഡിയറി ആയിരുന്നാലും അതിൻ്റെ നിയന്ത്രണം ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്ന് ആയാലും. അതിനാൽ പറയാനുള്ളത് വളരെ ലളിതമാണ്. ആ കമ്പനി ആക്ട് പ്രകാരം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എപ്പോഴും ഇന്ത്യയിലെ റെസിഡന്റായാണ് കണക്കാക്കുക. അതിൻ്റെ നികുതി വിധേയത്വവും ഇന്ത്യയിലെ റെസിഡന്റിനുള്ളതുപോലെ ആയിരിക്കും. എങ്കിലും അതൊരു വിദേശ കമ്പനിയുടെ സബ്സിഡിയറി ആയാലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിയന്ത്രിക്കപ്പെട്ടാലും അതിനെ ഇന്ത്യയിലെ റെസിഡന്റായാണ് കണക്കാക്കുക. ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യയിലെ റെസിഡന്റായി പരിഗണിക്കുന്നത്. ഒരു ഇന്ത്യൻ കമ്പനി ഒരിക്കലും നോൺ റെസിഡന്റ് വ്യക്തിയാകാൻ കഴിയില്ല. അതിനാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടും രജിസ്റ്റർ ചെയ്തും ഉള്ള കമ്പനി എപ്പോഴും ഒരു റെസിഡന്റ് ഇന്ത്യൻ കമ്പനിയായി കണക്കാക്കപ്പെടും. അത് ഒരിക്കലും റെസിഡന്റ് വ്യക്തിയായി കണക്കാക്കപ്പെടാൻ കഴിയില്ല.
ഇപ്പോൾ വിദേശ കമ്പനിയെക്കുറിച്ച് സംസാരിക്കാം. ഒരു വിദേശ കമ്പനിയുടെ പ്രഭാവമുള്ള മാനേജ്മെന്റ് ഇന്ത്യയിലാണ് നിലവിലുള്ള മുൻ വർഷത്തിൽ എങ്കിൽ ആ വിദേശ കമ്പനി ഇന്ത്യയിൽ റെസിഡന്റ് ആയി കണക്കാക്കപ്പെടും. അപ്പോൾ ഒരു ഇനി ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വിദേശ കമ്പനിയെ നമ്മൾ എപ്പോഴാണ് ഇന്ത്യയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണോ നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആണെന്ന് കണക്കാക്കണോ? എങ്കിൽ നിലവിലുള്ള മുൻ വർഷത്തിൽ അതിൻ്റെ പ്രഭാവമുള്ള മാനേജ്മെന്റ് ഇന്ത്യയിൽ ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ ഒരു വിധത്തിൽ ഇന്ത്യയിൽ റെസിഡന്റ് ആണെന്ന് കണക്കാക്കും. ആ വിദേശ കമ്പനിക്ക് പോലും ഇന്ത്യയിലെ പ്രഭാവമുള്ള മാനേജ്മെന്റ് സ്ഥലം എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതെന്താണ്ടിൽ പോലും അതിനെയാണ് നമ്മൾ POM എന്ന് വിളിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം, ആ കമ്പനി ഇന്ത്യയിൽ റെസിഡന്റ് ആണെന്ന് കണക്കാക്കപ്പെടും. ഒരു കമ്പനിയെ ഇന്ത്യയിൽ റെസിഡന്റ് ആയി കണക്കാക്കും എങ്കിൽ അതൊരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ആദ്യത്തെ കാര്യം അത് രജിസ്റ്റർ ചെയ്തതും രൂപീകരിച്ചതുമാണ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ. കൂടാതെ ആ കമ്പനിയുടെ POM, അതായത് പ്ലേസ് ഓഫ് ഇഫക്റ്റീവ് മാനേജ്മെന്റ്, ബന്ധപ്പെട്ട വർഷത്തിൽ ഇന്ത്യയിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ കമ്പനിയാകാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഇഫക്റ്റീവ് മാനേജ്മെന്റ് നടക്കുന്ന സ്ഥലം ഇന്ത്യയാണെങ്കിൽ, അതായത് ആ പ്ലേസ് ഇന്ത്യയിലാണെങ്കിൽ ബന്ധപ്പെട്ട വർഷത്തിൽ അതിനെ ഒരു വിധത്തിൽ ഇന്ത്യയിലെ റെസിഡന്റ് ആയി കണക്കാക്കും. ഒരു വിദേശ കമ്പനിയെ ഇന്ത്യയിലെ റെസിഡന്റ് ആയി കണക്കാക്കുന്നത് ബന്ധപ്പെട്ട മുൻ വർഷത്തിൽ അതിൻ്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റിന്റെ സ്ഥലം ഇന്ത്യയിലായിരുന്നാൽ മാത്രമാണ്. അതിനാൽ സുതാര്യമായി പറഞ്ഞാൽ അതിനെ ഇന്ത്യയിലെ റെസിഡന്റ് ആയി കണക്കാക്കും. ഇപ്പോൾ നാം ടോട്ടൽ ഇൻകത്തിന്റെ സ്കോപ്പിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ ചേർക്കാൻ കഴിയും? അതിനാൽ അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ അനുസരിച്ച് ടോട്ടൽ ഇൻകത്തിന്റെ സ്കോപ്പ് ഇങ്ങനെയായിരിക്കും. അതിനാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ അനുസരിച്ച് ഇൻകത്തിന്റെ സ്കോപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, അതായത് ഒരു റെസിഡന്റ് അസി ഇന്ത്യയിൽ താഴെ പറയുന്ന വരുമാനങ്ങളിൽ ടാക്സ് നൽകേണ്ടതുണ്ട്. ഒരു റെസിഡന്റ് അസിക്ക് താഴെ പറയുന്ന വരുമാനങ്ങളിൽ ടാക്സ് നൽകേണ്ട ബാധ്യതയുണ്ട്. ഇവയൊക്കെയാണ് അവ. ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതായി കണക്കാക്കപ്പെടുന്ന വരുമാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ലഭിച്ച വരുമാനവും ലഭിച്ചതായി കണക്കാക്കപ്പെടുന്ന വരുമാനവും ഇതിൽ ഉൾപ്പെടും. ആ വരുമാനം ഇന്ത്യയിൽ ആ കാലയളവിൽ ഉണ്ടായതായി കണക്കാക്കപ്പെടുകയോ ചെയ്താൽ അതിനും ടാക്സ് നൽകേണ്ടതായിരിക്കും. ആ വർഷത്തിൽ ഇന്ത്യക്ക് പുറത്താണ് വരുമാനം ഉണ്ടായതായി കണക്കാക്കപ്പെടുകയോ ചെയ്താൽ അപ്പോൾ പോലും നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സ് നൽകേണ്ട ബാധ്യത ഉണ്ടാകും. ഇത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് വിഭാഗത്തിൽപ്പെടുന്നു. ഇപ്പോൾ നാം റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അവരുടെ കാര്യത്തിൽ ഏത് ക്രൈറ്റീരിയകളാണ് ബാധകമാകുന്നത് എന്ന് നോക്കാം. മുൻവർഷത്തിൽ ഇന്ത്യയിൽ ലഭിച്ച വരുമാനവും ലഭിച്ചതായി കണക്കാക്കപ്പെടുന്ന വരുമാനവും, അതുപോലെ തന്നെ ആ വർഷത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന വരുമാനവും ഉണ്ടായതായി കണക്കാക്കപ്പെടുന്ന വരുമാനവും, അതുകൂടാതെ ആ വർഷത്തിൽ ഇന്ത്യക്ക് പുറത്തു ഉണ്ടാകുന്ന വരുമാനവും അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബിസിനസ് നിയന്ത്രണത്തിലോ പ്രൊഫഷണൽ സെറ്റപ്പിലോ നിന്നാണെങ്കിൽ. അതിനാൽ ഈ 3 കാര്യങ്ങളും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന വിഭാഗത്തിന്റെ ഭാഗമാകും. ഇതിൽ മൂന്നാമത്തെ പോയിന്റിലാണ് രണ്ടിലും വ്യത്യാസം ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഉണ്ടാകുന്ന വരുമാനവും നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിരിക്കും. ഇപ്പോൾ നോൺ റെസിഡന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നോൺ റെസിഡന്റ് അസി ഒരു വ്യക്തിയാണോ, കമ്പനിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയാണോ എന്നതിനെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ വരുമാനം ടാക്സിന് വിധേയമാകുന്നത്. ഒരു നോൺ റെസിഡന്റ് അസി ആണെങ്കിൽ നിങ്ങൾ വ്യക്തിയാണോ, ഹഫ് ഫോമിലാണോ, കമ്പനിയാണോ എന്നത് സംബന്ധമില്ല. താഴെ പറയുന്ന വരുമാനങ്ങൾ ഇന്ത്യയിൽ ടാക്സിന് വിധേയമാകും, അതായത് അവ ഇന്ത്യയിൽ തന്നെ ബാധകമാണ്. നാം ഇപ്പോൾ നോൺ റെസിഡന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കൂ. ഇന്ത്യയിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നതോ ലഭിച്ചതായി കണക്കാക്കപ്പെടുന്നതോ ആയ വരുമാനം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നതോ ആയ വരുമാനം ആ കാലയളവിൽ. അതിനാൽ ഈ 2 സാഹചര്യങ്ങളിലും നിങ്ങൾ നോൺ റെസിഡന്റ് ആയാൽ ഇത് ബാധകമാണ്. അപ്പോഴും നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുമാന നികുതി അടയ്ക്കേണ്ടി വരും, അതായത് അത് ഇന്ത്യയിൽ നികുതിക്ക് വിധേയമാകും. ഇനി ഈ സംഗ്രഹ പട്ടിക നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുമല്ലോ. റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് കീ അല്ലെങ്കിൽ റെസിഡന്റ് എന്നാൽ ഓർഡിനറി അല്ലാത്ത റെസിഡന്റ് കീ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് കീ എന്നിവയുടെ കാര്യത്തിൽ ലഭിച്ചതും സ്വീകരിച്ചതായി കണക്കാക്കുന്നതുമായ മൊത്തം വരുമാനം, അക്രുവൽ, ഉയർച്ച, ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനം, ഇന്ത്യയിലുടനീളമുള്ള വരുമാനം, ഇന്ത്യക്ക് പുറത്തുള്ള പ്രൊഫഷണൽ സജ്ജീകരണത്തിൽ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള നിയന്ത്രണം. അപ്പോൾ 4 ടേബിളുകളിലായി നിങ്ങൾക്ക് 4 തരത്തിലുള്ള വരുമാനവും ലഭിച്ചിരിക്കുന്നു. കൂടാതെ 3 തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ സംഗ്രഹമാണ്. നിങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ നാം വരുമാനത്തിന്റെ കാറ്റഗറൈസേഷൻ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം, അതായത് ഏത് വരുമാനങ്ങൾ ടാക്സിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്ന്. സാധാരണയായി ഗെയിനുകൾ ഉണ്ടാകുന്നത് സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്നാണ്. അതുവഴി ക്യാപിറ്റൽ ഗെയിനുകളും ബിസിനസ് വരുമാനവും ഉണ്ടാകാം. ടാക്സ് ഉദ്ദേശത്തിനായി ഇവയിൽ ഏതെങ്കിലും രീതിയിൽ വരാം. ഇവയാണ് ക്യാപിറ്റൽ ഗെയിനിന്റെ ഉദാഹരണ ഘടകങ്ങൾ. എല്ലാം എന്തൊക്കെയാണ്?
അക്വിസിഷൻ സമയത്തെ ഉദ്ദേശ്യം, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, കുറഞ്ഞ ട്രാൻസാക്ഷൻ ഫ്രീക്വൻസി, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്ന ദീർഘകാല ഹോൾഡിംഗ്. ഫണ്ടുകളുടെ ഉപയോഗം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റിലെ പ്രധാന ഉദ്ദേശ്യം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതാണ്. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിനിൽ ഉൾപ്പെടും. ഇപ്പോൾ നാം വിവിധ വരുമാന സ്രോതസ്സുകളുടെ നികുതി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കാം. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം വരുമാനം എങ്ങനെ കണക്കാക്കുന്നു എന്നതാണ്. ഇൻകമിന്റെ 5 തലങ്ങളിൽ വരുമാനം കണക്കാക്കപ്പെടുന്നു. അതായത് ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം, ബിസിനസ് ലാഭവും ഗെയിനുകളും, പ്രൊഫഷണൽ ക്യാപിറ്റൽ ഗെയിനുകളും, മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനവും. PMSന്റെ കാര്യത്തിൽ, അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസുകളുടെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ, സർ, ഒരു ഇൻവെസ്റ്റർ PMS വഴി അണ്ടർലൈയിങ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുകയാണ് എങ്കിൽ ഒരു വിധത്തിൽ PMS ഇൻവെസ്റ്റർ എന്നത് ഫണ്ട് മാനേജർമാർ തിരഞ്ഞെടുക്കുന്ന ആകെ അണ്ടർലൈയിങ് സെക്യൂരിറ്റികളിൽ നിക്ഷേപം ചെയ്യുന്നു, PMSൽ തന്നെ നിക്ഷേപം ചെയ്യുന്നില്ല. അപ്പോൾ ഒരു PMS ക്ലയന്റ് എങ്ങനെ വരുമാനം നേടുന്നു? ഷെയറുകളിൽ നിന്നുള്ള ഡിവിഡൻഡ് വരുമാനവും മ്യൂച്വൽ ഫണ്ടിന്റെ യൂണിറ്റുകളിൽ നിന്നുള്ള വരുമാനവും വഴി ക്ലയന്റ് വരുമാനം നേടാൻ കഴിയും. സ്ഥിരവരുമാനത്തിൽ നിന്നുള്ള പലിശ വരുമാനം അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ, ഡിബെഞ്ചറുകൾ എന്നിവയുടെ വിൽപ്പനയിൽ നിന്നുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നിവയും ക്ലയന്റിൽ വയ്ക്കാം. ഷെയർ, ഡിബെഞ്ചർ, ടൈപ്സ് എന്നിവ പോലുള്ള സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ബിസിനസ് വരുമാന നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ തരത്തിലുള്ള വരുമാനങ്ങൾക്ക് PMS ക്ലയന്റുകളുടെ കൈകളിൽ പ്രത്യേകം പരിഗണനയാണ് നൽകുന്നത്. ഇത് അടുത്ത സെക്ഷനുകളിൽ വിശദീകരിച്ചിരിക്കുന്നു. അടുത്ത സെക്ഷനുകളിൽ ഈ വരുമാനങ്ങൾക്ക് എങ്ങനെ നികുതി പരിഗണന നൽകപ്പെടും എന്നത് നിങ്ങൾക്ക് വിശദമായി അറിയാം. ഇപ്പോൾ നാം ക്യാപിറ്റൽ ഗെയിൻ സംബന്ധിച്ച് സംസാരിക്കാം. ക്യാപിറ്റൽ ഗെയിൻ എന്നത് വളരെ ലളിതമാണ്. നിങ്ങൾ നടത്തിയ നിക്ഷേപവും പിന്നീട് അതിനെ വിറ്റതുമാണ്. ഈ രണ്ടിൻ്റെയും വ്യത്യാസമാണ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപിച്ച തുകയേക്കാൾ കൂടുതൽ ലഭിച്ചാൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകും. അതിന് പ്രത്യേകമായ നികുതി പരിഗണനയുണ്ടാകും. ഇപ്പോൾ നാം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസും എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് വരുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എവയാണെന്ന് നാം നോക്കാം. ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ വരും. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ തീയതി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായി കണക്കാക്കപ്പെടും. ഇക്വിറ്റിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് 15% ഫ്ലാറ്റ് നിരക്കിലും അതിനൊപ്പം സർചാർജും കൂടി ടാക്സ് ഈടാക്കപ്പെടും. ക്യാപിറ്റൽ ഗെയിൻസ് ലിസ്റ്റ് ചെയ്ത ഇക്വിറ്റി ഷെയറുകൾ, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളുടെ യൂണിറ്റുകൾ, ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റുകൾ എന്നിവയുടെ ട്രാൻസ്ഫറിൽ നിന്നാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത്തരം ഇടപാടുകൾക്ക് STD, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ബാധകമാണ്. അതിനാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് ബാധകമായ നിരക്കിൽ ടാക്സ് ഈടാക്കപ്പെടും. STD ബാധകമല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് ബാധകമായ നിരക്കിൽ ടാക്സ് ഈടാക്കപ്പെടും. അതിനാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയറുകളിലും ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ടുകളിലും ഇക്വിറ്റി ഓറിയന്റഡ് ഇൻസ്ട്രുമെന്റുകളിലും അല്ലെങ്കിൽ ബിസിനസ് ട്രസ്റ്റിന്റെ യൂണിറ്റുകളിലും നിങ്ങളുടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് 15% ഫ്ലാറ്റ് നിരക്കിൽ ടാക്സ് ഈടാക്കപ്പെടും. ഇവയൊക്കെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന്റെ ട്രാൻസാക്ഷനുകളായി നിങ്ങൾക്ക് പരിഗണിക്കപ്പെടും. നിങ്ങൾ യൂണിറ്റുകളും ഷെയറുകളും ഇക്വിറ്റി ഇൻസ്ട്രുമെന്റുകളും ഒരു വർഷത്തിനകത്ത് വിറ്റാൽ മാത്രമേ ഇത് ബാധകമാവൂ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 10% പ്ലസ് ബാധകമായ സർചാർജ് ബാധകമാകും. ഷെയറുകളും യൂണിറ്റുകളും ലിസ്റ്റഡ് സെക്യൂരിറ്റികളും ഒരു വർഷത്തിന് ശേഷം വിറ്റാൽ. അതിനാൽ ഈ ടേബിൾ ടാക്സ് റേറ്റ് വഴി നാം എങ്ങനെ ഈ ടാക്സ് ട്രീറ്റ്മെന്റ് നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇക്വിറ്റിയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ഉൾപ്പെടെയുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ ടാക്സ് നിരക്ക് 15%. 15% റെസിഡൻഷ്യൽ, ഇൻഡിവിജ്വൽ, നോൺ റെസിഡന്റ്, FPA എന്നിവർക്കും ഇത് ബാധകമാണ്. മറ്റെല്ലാ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുകളും. അതിനുശേഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആണ് വരുന്നത്. ലിസ്റ്റ് ചെയ്ത ഡിബെഞ്ചറുകൾ വിറ്റഴിക്കുന്നതിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിന് 10%. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ട്രാൻസ്ഫർ ചെയ്ത അൺലിസ്റ്റഡ് ബോണ്ടുകൾക്കും അൺലിസ്റ്റഡ് ബോണ്ടുകളും അൺലിസ്റ്റഡ് ഡിബെഞ്ചറുകൾ ഒഴികെയുള്ള അൺലിസ്റ്റഡ് സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്തതിൽ നിന്നുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസും. ഇങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും ടാക്സ് ചെയ്യപ്പെടുന്നു. ഡിവിഡൻഡ് വരുമാനം. ഡിവിഡൻഡ് വരുമാനം എന്നത് ഒരു കമ്പനിയുടെ ലാഭം വിതരണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. കമ്പനി ലാഭത്തിൽ നിന്നു ചില ഭാഗങ്ങൾ തന്റെ ഷെയർ ഹോൾഡർമാർക്ക് വിതരണം ചെയ്യുമ്പോൾ അതിനെ ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നു. കൂടാതെ സെക്യൂരിറ്റികളിൽ നിന്നുള്ള ഡിവിഡൻഡ് സ്വഭാവത്തിലുള്ള വരുമാനവും ഇതിലുണ്ട്. ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്, സാധാരണയായി ഈ വരുമാനം ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അതായത് ഈ സ്വഭാവത്തിലുള്ള വരുമാനം. ആദായനികുതി നിയമപ്രകാരം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനത്തിന് SSCയിൽ നിന്ന് സെക്യൂരിറ്റികളിൽ നിന്നുള്ള ഡിവിഡൻഡ് നികുതി നൽകേണ്ടതാണ്. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഡിവിഡൻഡിൻ അസസിയുടെ കയ്യിൽ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അത് തീർച്ചയായും ഓർമ്മയിൽ വെക്കേണ്ട കാര്യമാണ്.
ഇത് സാധാരണയായി ഞാൻ നിങ്ങളോട് വ്യക്തമാക്കട്ടെ. അസൈൻമെന്റ് വർഷം 2020 കുറയ്ക്കുക 21 വരെ ആഭ്യന്തര കമ്പനികളും മ്യൂച്വൽ ഫണ്ടുകളും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അസൈൻമെന്റ് വർഷം 2020 കുറയ്ക്കുക 21 മുതൽ ഒരു കമ്പനി, മ്യൂച്വൽ ഫണ്ട്, ബിസിനസ് ട്രസ്റ്റ് എന്നിവ അവരുടെ ഷെയർ ഹോൾഡർമാർക്കും യൂണിറ്റ് ഹോൾഡർമാർക്കും ഡിവിഡൻഡ് വിതരണം ചെയ്യുന്നു. അപ്പോൾ ആ ഡിവിഡൻഡ് വരുമാനം ഷെയർ ഹോൾഡർമാരുടെയും യൂണിറ്റ് ഹോൾഡർമാരുടെയും കൈവലിലായിരിക്കും. അതായത് അത് ടാക്സബിൾ ആണെങ്കിൽ പിന്നീട് ആ വരുമാനം യൂണിറ്റ് ഹോൾഡറുടെ കൈവലിലേക്കാണ് പോകുന്നത്. അതിനാൽ ഇപ്പോൾ നിക്ഷേപകന്റെ കൈവലിൽ ഡിവിഡൻഡ് വരുമാനം വരും. അതിനാൽ നിങ്ങൾക്ക് അതിന് ടാക്സ് നൽകേണ്ടി വരും. SSCയുടെ കൈകളിൽ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിൽ ഇത് വരും. ഇപ്പോൾ നാം പലിശ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ എന്ന സ്വഭാവമുള്ള വരുമാനം. നിങ്ങൾക്ക് സെക്യൂരിറ്റികളിൽ നിന്നു ലഭിക്കുന്ന പലിശയും അതുപോലെ തന്നെ SSCയുടെ കൈകളിൽ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിൽ ടാക്സിന് വിധേയമാണ്. അതിനാൽ ഇതിന് സമാനമായ ചികിത്സയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് സെക്യൂരിറ്റികളിൽ നിന്നു ലഭിക്കുന്ന പലിശ SSCയുടെ കൈകളിൽ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിൽ ടാക്സിന് വിധേയമാണ്. ഈ വരുമാനം ബിസിനസ് വരുമാനത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ മാത്രമേ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിൽ ടാക്സിന് വിധേയമാകൂ. അതിനാൽ ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻട്രസ്റ്റ് വരുമാനം ഏവയൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഏതെങ്കിലും സെക്യൂരിറ്റികളിൽ ലഭിക്കുന്ന പലിശ, ഡിബെഞ്ചറുകളിൽ ലഭിക്കുന്ന പലിശ, സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമപ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന ലോക്കൽ അതോറിറ്റികളുടെ പേരിൽ പുറപ്പെടുവിച്ച പണത്തിൽ ലഭിക്കുന്ന പലിശ എന്നിവ. ഇവയെല്ലാം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്നതിൽ ഉൾപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നാം ബിസിനസ് വരുമാനത്തിന്റെ നികുതി ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം. ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നടത്തുന്ന അസസ്ക്ക് ഉണ്ടാകുന്ന വരുമാനം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്ന തലക്കെട്ടിൽ കണക്കാക്കി നികുതി വിധിക്കും. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻകം ടാക്സ് ആക്ട് 1961 ബിസിനസിന്റെ വളരെ സംഗ്രഹമായ നിർവചനം നൽകുന്നു. ഇവിടെ ബിസിനസ് എന്നത് ഏതെങ്കിലും ട്രേഡ്, കൊമേഴ്സ്, നിർമ്മാണം അല്ലെങ്കിൽ ട്രേഡ്, കൊമേഴ്സ്, നിർമ്മാണം എന്നിവയുടെ സ്വഭാവത്തിലുള്ള ഏതെങ്കിലും സാഹസിക പ്രവർത്തനമോ ആശയമോ ഉൾപ്പെടുന്നു. ഇത് ഇൻകം ടാക്സ് ആക്ട് 1961 ബിസിനസിന്റെ ഒരു നിർവചനമാണ്. എങ്കിലും ബിസിനസ് എന്ന പദം സാധാരണയായി നിർബന്ധമായതല്ല. അത് അർത്ഥമാക്കുന്നത് ട്രേഡ്, നിർമ്മാണം എന്നിവയും ഉൾപ്പെടുന്നുവെന്നും ബിസിനസ് എന്ന പദം വിശാലമായ അർത്ഥത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിക്കാവുന്നതുമാണ്. ഇപ്പോൾ നാം ഇൻകം ടാക്സ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ 9 കുറിച്ച് സംസാരിക്കാം. നോക്കൂ, സെബി പോർട്ട്ഫോളിയോ മാനേജർ റെഗുലേഷൻസ് ആക്ട് 2020 എന്നത് വിദേശ ഫണ്ടുകൾക്ക് സേവനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഫണ്ട് മാനേജർമാർക്കായി ഒരു ഫ്രെയിംവർക്ക് നൽകുന്നു. അതിനാൽ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 9 നമ്മോട് പറയുന്നു, ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിച്ചോ ഇൻകോർപ്പറേറ്റ് ചെയ്തോ രജിസ്റ്റർ ചെയ്തോ ഉള്ള എലിജിബിൾ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ അംഗങ്ങളിൽ നിന്ന് ഫണ്ടുകൾ ശേഖരിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുമ്പോൾ എന്താണ് പ്രാധാന്യം. അങ്ങനെയുള്ള ഫണ്ടുകൾക്ക് ബിസിനസ് കണക്ഷൻ ഉണ്ടെന്ന് കരുതുകയോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതായി പരിഗണിക്കുകയോ ചെയ്യില്ല. കാരണം ഫണ്ട് മാനേജർ ആക്ടിവിറ്റികൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന എലിജിബിൾ ഫണ്ട് മാനേജർ മുഖേന നടത്തപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം. അതിനാൽ സെക്ഷൻ 9 എന്നത് ഇൻകം ടാക്സ് ആക്ട് 1961 ഉൾപ്പെടുത്തിയതായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ സെക്ഷൻ 9 ഇൻകം ടാക്സ് ആക്ടിൽ ഉൾപ്പെടുത്തിയതിന്റെ കാരണം, അതിനാൽ തന്നെ അതിനെ ഉൾപ്പെടുത്തിയതിന്റെ കാരണം അത് ഒരു സേഫ് ഹാർബർ നൽകാനാണ്. അതിനാൽ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ആധാരമാക്കിയ മാനേജർമാരിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സർവീസുകൾ സ്വീകരിക്കുന്ന വിദേശ ഫണ്ടുകൾക്ക് ഇത് ഒരു സേഫ് ഹാർബർ നൽകും. അതിനാൽ പുറത്തുള്ള ഫണ്ടുകൾക്ക് ഇന്ത്യയിൽ ആധാരമാക്കിയ ഫണ്ട് മാനേജർമാരിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനായി ഇത് ഒരു രീതിയിൽ ഒരു സേഫ് ഹാർബർ നൽകുന്നു. ഫണ്ടിയും ഫണ്ട് മാനേജറും ഈ സെക്ഷനിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആവശ്യങ്ങൾ പാലിക്കുന്നുവെങ്കിൽ മാത്രമേ ഇത് പ്രാവർത്തികമാകൂ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ചാപ്റ്റർ നമ്പർ 11 നിന്നുള്ള ടാക്സേഷൻ സംബന്ധിച്ച എല്ലാം. അതിനാൽ ടാക്സേഷനിൽ നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും മതിയാകും. നിങ്ങൾ അവയെല്ലാം നന്നായി പഠിച്ചാൽ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിൽ വരുന്ന 4-5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ നന്നായി പഠിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കൂ. ചെറിയ ചില ചോദ്യങ്ങൾ നോക്കാം. ബിസിനസ്സിൽ നിന്നുള്ള കമ്മീഷൻ ലഭിച്ചത് വരുമാനത്തിന്റെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ശമ്പളം, മറ്റ് ഉറവിടങ്ങൾ. അതിനാൽ ബിസിനസിന്റെ ഭാഗമായത് ആ കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും ബിസിനസ് ആൻഡ് പ്രൊഫഷൻ വിഭാഗത്തിലേക്ക് പോകും. ഒരു വ്യക്തി NRI ആയി യോഗ്യത നേടാൻ അവൻ കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് പുറത്തായി കുറഞ്ഞത് എത്ര ദിവസമെങ്കിലും താമസിച്ചിരിക്കണം.
അതിനാൽ നാം 365, 280, 182, 152 എന്നിങ്ങനെ വായിച്ചപ്പോൾ ഉത്തരം വളരെ വ്യക്തമായി 182 ദിവസമാണെന്ന് നമുക്ക് മനസ്സിലായി. അവൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്ക് പുറത്തായി 182 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ NRA ആയി യോഗ്യതപ്പെടുത്തും. ഇന്ത്യൻ അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപകരിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ സ്വീകരിക്കുന്ന വിദേശ ഫണ്ടുകൾക്ക് സുരക്ഷിതമായ മാർഗം നൽകാൻ ഇൻകം ടാക്സ് ആക്ടിൽ ഡാഷ് ഉൾപ്പെടുത്തിയിരുന്നു. സൂക്ഷ്മമായി ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞത് സെക്ഷൻ 9 നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ മാനേജർമാരിൽ നിന്ന് ഫണ്ട് മാനേജ്മെന്റ് സേവനങ്ങൾ സ്വീകരിക്കുന്ന വിദേശ ഫണ്ടുകൾക്ക് ഒരു സുരക്ഷിത മാർഗം നൽകുന്നു. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 2 പ്രകാരം സെക്യൂരിറ്റികളിലെ പലിശ എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതെങ്കിലും സെക്യൂരിറ്റികളിൽ ലഭിക്കുന്ന പലിശ ഡിബഞ്ചറുകളിലോ ലോക്കൽ അതോറിറ്റികൾ, കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ പുറത്തിറക്കുന്ന സെക്യൂരിറ്റികളിലോ ലഭിക്കുന്ന പലിശ എന്നിവയെ ഉൾക്കൊള്ളുന്നു. അതായത് എയും ഡിയും രണ്ടും. അത് വളരെ വിശദമായി നാം പഠിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ പേരിൽ ഡിബഞ്ചറുകളിൽ നിന്നോ ലഭിക്കുന്ന ഏതെങ്കിലും സെക്യൂരിറ്റികളിലെ പലിശയാണെങ്കിൽ അതെല്ലാം ഉൾപ്പെടും. അതിനാൽ ഇവ രണ്ടും സെക്യൂരിറ്റികളിലെ പലിശയുടെ ഭാഗമാണ്. അസസ്മെന്റ് വർഷം ഡാഷ് വരെ ആഭ്യന്തര കമ്പനികളും മ്യൂച്വൽ ഫണ്ടുകളും ഡിവിഡൻഡ് വിതരണം ചെയ്യുമ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടയ്ക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു. നാം വളരെ വ്യക്തമായി പഠിച്ചതാണ് 2021 വരെ ആഭ്യന്തര കമ്പനികളും മ്യൂച്വൽ ഫണ്ടുകളും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു എന്ന്. അതിനുശേഷം ആ ഡിവിഡൻഡുകൾ വ്യക്തിയുടെ വരുമാനത്തിൽ ചേർക്കേണ്ടതായിരിക്കും. അതിനാൽ ഗൈസ്, ഈ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഷെയർ ചെയ്യൂ. കൂടാതെ നമുക്ക് ടാക്സേഷൻ ഭാഗം ഉൾപ്പെടെ മുഴുവൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ഭാഗം മുഴുവൻ പഠിച്ച് എക്സാമിനായി തയ്യാറാകേണ്ടതാണെന്ന് ഓർമ്മിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും മതിയാകും. പക്ഷേ നിങ്ങൾ അവയെ നല്ല രീതിയിൽ പഠിക്കണം, ചോദ്യങ്ങൾ കൂടി മനസ്സിലാക്കി തയ്യാറാകണം. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.